ചോളം കൃഷിയിൽ മഴവില്ലയകി വിരിയിച്ച് എടവണ്ണ പത്തപ്പിരിയം സ്വദേശിനി പനനിലത്ത് റൈഹാനത്ത്. നവോദയ സ്റ്റേഡിയത്തിന് സമീപത്തെ വീട്ടുമുറ്റത്തെ 10 സെന്റ് കൃഷിയിടത്തിലാണ് ചോളം കൃഷിയിൽ മഴവില്ലയകി തെളിഞ്ഞത്. വ്യത്യസ്തമായ കൃഷിരീതികളോട് ഏറെ താൽപര്യമുള്ള റിയാനത്ത് ഇത്തവണ റെയിൻബോ പോപ്കോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മഴവിൽ ചോളമാണ് കൃഷിയിറക്കിയത്. വിളവെടുക്കുന്ന ഓരോ കുലയും വർണ്ണക്കാഴ്ചകളുടെ നിറപ്പകിട്ടുകളാണ് റിയാനത്തിന് പകർന്നത്. ഓരോ കുലയും വർണ്ണവിസ്മയങ്ങളാണ് തീർക്കുന്നത്. ഓരോ മണിയും മുത്തുകളാണ്. കേരളത്തിൽ ഈ കൃഷി അത്രയ്ക്ക് പോപ്പുലർ അല്ല. അമേരിക്കയിലെ ഒരു ഗോത്ര വിഭാഗത്തിനിടയിലാണ് ഇതിന്റെ ഉദ്ഭവസ്ഥലമെന്നാണ് പറയുന്നത്. അധ്യാപികയായി ജോലി ചെയ്തിരുന്ന റയാനത്തിന് അപകടത്തെ തുടർന്ന് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായതോടെ മാനസിക ഉല്ലാസത്തിനായി കാർഷിക രംഗത്തേക്ക് കാലെടുത്തു വയ്ക്കുകയായിരുന്നു. 10 വർഷത്തോളമായി വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും ചെറിയ തോതിലുള്ള കൃഷികൾ ചെയ്തുവരുന്നു. ജൈവ കൃഷി രീതികളോടാണ് കൂടുതൽ താൽപര്യം. സഹായത്തിനായി ചെറിയ മകനുമുണ്ട്. കൃഷിരീതികളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി കാർഷിക രംഗത്തെ ഹരിത കേരളം, ഹോപ്പ്, കൃഷിഭവനം തുടങ്ങിയ സാമൂഹിക മാധ്യമ കൂട്ടായ്മയിലും പങ്കാളിയായി. ഇതു മുഖേന 6 മാസം മുൻപാണ് ഇതിന്റെ വിത്ത് സംഘടിപ്പിച്ചത്. 3 മാസം കൊണ്ട് വിളവെടുക്കാനായെന്നും വളം ചെയ്തും മറ്റും നന്നായി പരിചരണം നൽകിയാൽ വൈവിധ്യമാർന്ന നിറവും നല്ല വിളവും ലഭിക്കുമെന്നും റിയാനത്ത് പറഞ്ഞു. പിന്നെ വിത്ത് ഞാൻ സംഘടിപ്പിച്ച് തരാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഞാൻ ഓൺലൈനിൽ നിന്ന് വിത്ത് വാങ്ങി. പക്ഷേ അത് കിളിർത്തില്ല. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എവിടുന്ന് കിട്ടും. അങ്ങനെ 3 ഗ്രൂപ്പിൽ നിന്നായി. പിന്നെ ഹോപ്പ്, ഹരിത കേരളം, കൃഷിഭവനം ഇതിലെ അഡ്മിന്മാരാണ് എനിക്ക് ഫസ്റ്റ് വിത്ത് തന്നത് കഴിഞ്ഞ വർഷം. പിന്നെ അങ്ങനെ വിത്ത് കിട്ടി. ഞാൻ വിത്ത് ഇട്ട് ഒരുവിധം എല്ലാ വിത്തുകളും കിളിർത്ത് വന്നു. എന്നിട്ട് പിന്നെ അതിങ്ങനെ പൂവും കായായി നല്ല പറിച്ചപ്പോഴാണ് അതിൻ്റെ മനോഹരം നമുക്ക് മനസ്സിലാണത്. അങ്ങനെ നല്ല കളർഫുള്ളായിട്ടുള്ള ചോളങ്ങളൊക്കെ വിളവെടുത്ത് അപ്പം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ പിന്നെ നട്ട് വിത്തിട്ട് അത് പരിപാലിച്ച് അങ്ങനെ നല്ല കളർഫുള്ളായിട്ടുള്ളത് കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക മനസ്സിന് വല്ലാത്ത സന്തോഷം തന്നെയാണല്ലോ. അങ്ങനെ അത് നമ്മൾ വിത്താവാൻ തന്നെ വെച്ചു. വിത്തായി ഞാൻ വിത്തൊക്കെ അവർക്ക് തന്നെ നമ്മൾ വിത്ത് ബാങ്ക് ഉണ്ട്, വിത്ത് തന്ന ഗ്രൂപ്പിന് ഒരു വിത്ത് ബാങ്കിലേക്ക് കുറച്ച് അയച്ച് ഞാൻ കുറച്ച് സെയിൽ ചെയ്തു. പിന്നെ ഞാൻ രണ്ടാമതും വിത്തിട്ടതാണ് ഇപ്പം വിളവെടുത്തുകൊണ്ടിരിക്കണ മഴവിൽ ചോളം. അത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒന്നും കൂടെ കളർഫുള്ളായിട്ട് വന്നു. കാരണം ഇത് കളർഫുൾ ആവാനുള്ള കാരണം ജമ്പിങ് ജീൻ എന്ന പ്രവർത്തനമാണ് ഇതിൽ നടക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്ത് വിത്ത് കളറിട്ടോ ആ വിത്തിൻ്റെ കളർ തന്നെ ചിലപ്പം അടുത്ത സീസൺ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ ഇടുന്ന വിത്തുകൾ ചിലപ്പോൾ മറ്റുള്ളൊരു കളറിലേക്ക് പോകും. ഏത് കളറിലേക്ക് വരുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയൂല. ആദ്യ കൃഷി പരീക്ഷണത്തിൽ തന്നെ റിയാനത്തിന് നല്ല വിളവ് ലഭിച്ചു. സമൂഹ മാധ്യമ കൂട്ടായ്മ സമ്മാനിച്ച വിത്ത് തിരികെ നൽകി. ഇപ്പോൾ രണ്ടാമത്തെ കൃഷിയിലും നല്ല ഉൽപാദനമാണ്. 150ഓളം തൈകളാണ് ഇപ്പോഴുള്ളത്. ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് ഈ ചോളത്തിന്റെ പ്രത്യേകത. ഭക്ഷണത്തിനുതകുമെങ്കിലും അലങ്കാരത്തിന്റെ ഭാഗമായാണ് പലരും ഇതിനെ കാണുന്നത്. വിത്തിനായി ആവശ്യക്കാർ ഏറെയാണ്. നിരവധി ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് വിത്തിനു വേണ്ടി വിളിക്കുന്നതെന്ന് റിയാനത്ത് പറഞ്ഞു. പുഴുങ്ങിയും വറുത്തെടുത്ത പോപ്കോണായും ഇത് ഉപയോഗിക്കാം. ധാന്യപ്പൊടിയായും സൂക്ഷിക്കാം. പോഷക കലവറ കൂടിയാണ് മഴവിൽ ചോളം. ഒരു നിറത്തിലെ വിത്ത് തെരഞ്ഞെടുത്ത് കൃഷി ചെയ്താൽ അതേ നിറം ലഭിക്കണമെന്നില്ല. മറ്റു പല നിറങ്ങളുമാകാമെന്ന് റിയാനത്ത് പറഞ്ഞു. മുൻപ് മട്ടുപ്പാവിലെ സ്ട്രോബെറി കൃഷിയിൽ വിജയഗാഥയൊരുക്കി വാർത്താമാധ്യമങ്ങളിലെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ റിയാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.